ഈ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ശത്രുക്കളുടെ കയ്യിൽ കിട്ടി. ഹുബൈബിനെ പിടിച്ചുകൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബ്, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാ, ഞങ്ങളുടെ കൂടെ നടന്നവനാ. ഇപ്പൊ മതം മാറിയിട്ട് മുഹമ്മദിന്റെ കൂടെ നീ കൂടിയിരിക്കുക. അതുകൊണ്ട് നീ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ വരൂല. എന്നെ നിങ്ങൾ കൊന്നാലും, എടാ ഹുബൈബ്, നിന്നെ ഞങ്ങൾ കൊന്നുകളയും, എടാ കൊന്നാലും ഞാൻ മതം മാറൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹുബൈബിനെ കൊല്ലാൻ അവർ ഹുബൈബിനോട് എത്ര പറഞ്ഞിട്ടും ഹുബൈബ് തങ്ങൾ ഇസ്ലാമിൽ നിന്നും മടങ്ങിപ്പോകുന്നില്ല. അവസാനം ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബിനെ തൂക്കിലേറ്റണം, പരസ്യമായിട്ട് എല്ലാരും കാണണം, ഇനി ഒരുത്തരും മതം മാറരുത്. അങ്ങനെ ഹുബൈബ് തങ്ങളെ പരസ്യമായി തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. ഹുബൈബിനോട് ചോദിച്ചു, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ നീ പറയണം, നിന്റെ ആഗ്രഹം എന്താ? ഹുബൈബ് റളിയല്ലാഹു തആല ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ പറഞ്ഞു, സാധിപ്പിച്ചു തരാം. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. സമ്മതിക്കുവോ? സമ്മതിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല ഒളിവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ചെറിയ സൂറത്തുകളാ ഓതിയത്. സലാം വീട്ടിയിട്ട് അള്ളാഹിനോട് ഹുബൈബ് തങ്ങൾ പറഞ്ഞു, പടച്ചോനെ, എപ്പോഴും നിസ്കരിക്കുമ്പോഴും വലിയ സൂറത്താ ഓതുന്നേ, ഇന്ന് ചെറുതായി പോയി.